എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇതിപ്പം മാങ്ങയുടെ സീസണാണ്. മാമ്പഴപ്പുളിശ്ശേരി ഇല്ലാത്ത മാമ്പഴക്കാലം മലയാളികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവമാണ് മാമ്പഴപ്പുളിശ്ശേരി. ഞാൻ പാചകം പഠിച്ചു തുടങ്ങിയിടക്ക് പഠിച്ചൊരു വിഭവമാണിത്. ആ സമയത്ത് സദ്യകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഐറ്റമായിരുന്നു ഈ മാമ്പഴപ്പുളിശ്ശേരി. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ള വിഭവമാണിത്. എന്നാലും കുറച്ചും കൂടി ഈസി മെത്തേഡിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ചപ്പി കുടിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, കുറച്ച് നാരൊക്കെയുള്ള അതൊരു കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 മാങ്ങ മതിയാകും ഒരു കറി ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്കിതിൻ്റെ തോലങ്ങോട്ട് വലിച്ച് കളയാം. തോല് കളയുന്നതിന് മുമ്പ് മാങ്ങ ഒന്ന് ചെറുതായിട്ട് ഞെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ മുളക് പൊടിയും ഉപ്പൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ കറിക്ക് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാകും. അങ്ങനെ ആ പൾപ്പ് കുറച്ച് ഇളകുമ്പോൾ അതായത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ തോലുരിഞ്ഞ് മാറ്റാം. പഴുപ്പൽപ്പം കുറഞ്ഞ മാങ്ങയാണെങ്കിലും ഇതുപോലെ ഒന്ന് ഞെക്കിയിട്ട് അതൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് ഇളകിയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും തോല് കളഞ്ഞിട്ട് മാമ്പഴമെല്ലാം മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാമ്പഴം ഒന്ന് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. വെള്ളം മാങ്ങയുടെ കുറച്ച് മുകളിലായിട്ടുണ്ടാവണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൺചട്ടിയുമാണ്. പിന്നെ ഇതിൻ്റെ പൾപ്പൊക്കെ ഇങ്ങനെ ഇളകി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണും ഒരു നുള്ളും കൂടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എരിവുള്ള 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. തൈര് അധികം പുളിച്ചു പോകാത്ത തൈരായിരിക്കണം കേട്ടോ. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം അരച്ചെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ചേർത്ത് അരക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ തവി കൊണ്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം മാങ്ങയെല്ലാം. അപ്പോൾ മാമ്പഴക്കറിക്ക് കുറച്ച് മധുരം വേണം. അപ്പോൾ മാങ്ങയുടെ മധുരം മതിയാവില്ല. നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ശർക്കര പാനി ആയാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് പഴുത്ത മാങ്ങ ആയത് കാരണമാണ് 1 ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഓൾറെഡി ആ മാങ്ങക്ക് കുറച്ച് മധുരം ഉണ്ട്. മധുരം കുറച്ചും കൂടി വേണ്ടവർക്ക് അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ചട്ടിയിലെ ചാറൊക്കെ ഒരു ഇതും വറ്റിയിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതിയാവും. നമുക്കിനി അരച്ച അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി അല്പം കൂടി വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ തിക്നെസ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സൈഡ് ഡിഷ് ആണെങ്കിൽ കുറച്ച് ചാറ് കുറച്ച് മതിയാകും. പിന്നെ ഇത് നമ്മൾ അരക്കാൻ നേരത്ത് ചെറിയ ജീരകവും പച്ചമുളകും മാത്രം ചേർത്തുള്ളൂ. വെളുത്തുള്ളി ചുവന്നുള്ളിയൊന്നും ചേർത്തില്ല. അത് ചേർക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒരു മോരുകറിയുടെയൊക്കെ ടേസ്റ്റ് ആയിപ്പോവും. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടി ആയത് കാരണം ചൂട് ഒരുപാട് നേരം നിൽക്കും. അപ്പോൾ നമ്മൾ കറി താളിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊടിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും ഒരു 2 ഉണക്കമുളകും ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കറിയിലേക്ക് വയ്ക്കാം. അപ്പം നല്ല അടിപൊളി പഴമാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി മെത്തേഡാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.